ഞങ്ങളിപ്പോൾ തിരക്ക് പിടിച്ച് പോകുന്നത് തുർക്കിയിലോട്ടുള്ള ഫ്ലൈറ്റ് പിടിക്കാനാണ്. ഇന്ത്യയുടെ അത്ര തന്നെ വലുപ്പമില്ലെങ്കിലും ലോകത്തിൽ 37ാമത്തെ വലിയ രാജ്യമാണ് തുർക്കി. ചെന്നിറങ്ങിയ പാടന്നെ നല്ലൊരു ചീസ് കേക്കും കൊടുത്തൊരു തുർക്കിഷ് കോഫിയും കഴിച്ചു. നാട്ടിൽ തുർക്കിഷ് ഷവർമ എന്ന് പറഞ്ഞ് വിൽക്കുന്ന ഷവർമ ഒന്നും ഇവിടെ കണ്ടില്ലെങ്കിൽ എവിടെ നോക്കിയാലും 24 മണിക്കൂർ നമുക്ക് കബാബ് അവൈലബിൾ ആണ്. ഉച്ചയ്ക്ക് രാത്രിയൊക്കെ നമുക്കത് കഴിക്കാം. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പുറത്ത് കാണുന്ന അഗിയ സോഫിയ മസ്ജിദ് തന്നെയാണ്. പിന്നെ അഗിയ സോഫിയ നിൽക്കുന്നത് ഇസ്താംബുളിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കപ്പഡോക്യ, അൻഡാലയ 2 സ്ഥലം പാട് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, ഇവിടെ അധികം പേർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. ഇവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കണം. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വന്നില്ല. ആദ്യം നമ്മുടെ റൂമിലോട്ട് പോകാം. ഇസ്താംബുൾ മാളിൻ്റെ അടുത്താണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടാക്സി ബുക്ക് ചെയ്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് നേരെ ഈ കാണുന്ന ഏരിയയിൽ വന്നിറങ്ങി. റൂം കണ്ടപ്പോൾ ശരിക്കും വണ്ടറായി. കാരണം നമ്മൾ സിനിമയെല്ലാം കാണുന്ന പോലത്തെ വലിയൊരു സ്ട്രീറ്റ്, എത്രയോ പഴക്കമുള്ള ഒരുപാട് കൂറ്റൻ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള വലിയൊരു സ്ട്രീറ്റിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ലോക്കായി പോയ മറ്റൊരു കാര്യം, ഇവിടുത്തെ എല്ലാ പോയിന്റുകളും ഇങ്ങനെയാണ്. നമ്മുടെ നോർമൽ ചാർജറുകളൊന്നും ഇവിടെ വർക്കാവുന്നില്ല. സോ അതിന് പറ്റിയൊരു അഡാപ്റ്റർ മേടിച്ച്. സ്ട്രീറ്റിലെല്ലാം നിറയെ കുട്ടികളുണ്ട്. പിന്നെ നാട്ടിൽ പറഞ്ഞ പോലെ തുർക്കിഷ് ഷവർമ എവിടെയും കണ്ടില്ലെങ്കിലും എല്ലായിടത്തും കബാബുകളുണ്ട്. ഞങ്ങൾ ഇസ്താംബുൾ മാളിൻ്റെ അവിടെ പോയി. ഇതൊരു വണ്ടർഫുൾ വ്യൂ ആയിരുന്നു. മുമ്പ് പലരുടെയും വ്ലോഗിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ലോങ്ങിൽ കാണുന്ന ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്ന് കുറച്ച് നേരം നമ്മുടെ സ്ട്രീറ്റിൽ അപ്പോഴും കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം ഫുട്ബോളൊക്കെ കളിച്ച് ഭയങ്കര കൗതുകം തോന്നി. കാരണം രാത്രി 10 മണിയായിട്ടും അവർ വീട്ടിൽ പോയിട്ടില്ല, സ്ട്രീറ്റിൽ ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ. ഞങ്ങളിപ്പോൾ ഹഗിയ സോഫിയയിലേക്കുള്ള ഒരു ടാക്സി പിടിച്ചിരിക്കുകയാണ്. D537 ഹഗിയ സോഫിയ ആദ്യം ഒരു ചർച്ചായിട്ടാണ് നിർമ്മിച്ചത്. പിന്നീട് അതൊരു പള്ളിയാവുകയും ശേഷം അതൊരു മ്യൂസിയം ആക്കി മാറ്റി. ഇപ്പോൾ വീണ്ടും അതൊരു പള്ളിയായിട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടർക്കിഷ് ആർക്കിടെക്റ്റും അതുപോലെ അവരുടെ നാച്ചുറൽ ബ്യൂട്ടി എല്ലാം കണ്ടിട്ട് ഞങ്ങളിങ്ങനെ ടാക്സിയിൽ യാത്ര പോയി. അങ്ങനെ ഞങ്ങൾ ഹഗിയ സോഫിയയുടെ അടുത്തെത്തി. അവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. ഞങ്ങൾ അരസ്റ്റ ബസാറിൽ പോയി. വ്ളോഗറാണെന്ന് കരുതിയിട്ട് ഷെബീറിനെ കൊണ്ട് അയാളെല്ലാം ടേസ്റ്റ് ചെയ്യിപ്പിച്ച്. വിവിധ തരം ബക്ലാവാസും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീ എല്ലാം അവിടെ ഉണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ എവിടെയോ പണ്ട് വായിച്ചിട്ടുണ്ടായിരുന്നു കോഫി ഉണ്ടായത് തുർക്കിയിലാണെന്ന്. ആ കാര്യമൊക്കെ അയാളോട് ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി കണ്ട്. ഭയങ്കര രസമായിട്ടാണ് ഇവരിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഷോപ്പ് ഇതുപോലെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആഭരണങ്ങൾ, അതുപോലെ തുർക്കിഷ് ട്രഡീഷൻസ് എല്ലാം ഇറങ്ങിയിട്ടുള്ളതാണ് ഈ മാർക്കറ്റിലുള്ളത്. ഭയങ്കര രസമായിട്ട് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ഈ ഇവിടുത്തെ ഓരോ ഷോപ്പുകളും കയറി ഇറങ്ങി നമ്മളവിടെ എല്ലാം ഒറ്റ നോക്കിയിട്ടും ഒക്കെ ഭയങ്കര രസമായിരുന്നു അവിടെയുള്ള യാത്ര. ഈ സ്ട്രീറ്റ് കഴിഞ്ഞാൽ നേരെ നമുക്ക് അഗിയ സോഫിയയിലോട്ട് പോകാം. ഈ കോമ്പൗണ്ടിൽ വേറെയും 1-2 പള്ളികളും കൂടെയുണ്ട്. അഗിയ സോഫിയ, പിന്നെ ഒരു ബ്ലൂ മോസ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം അഗിയ സോഫിയയുടെ പരിസരം എല്ലാം കണ്ട്. അവിടെ ഒരുപാട് യാത്രക്കാരുണ്ട്. അവരെ കൂടെ ഞങ്ങളും അതിൻ്റെ ഉള്ളിലോട്ട് പോയി. ളുഹർ നിസ്കാരത്തിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുന്നിൽ ളുഹർ നിസ്കാരം നടക്കുന്നുണ്ടായിരുന്നു. എന്നാലും പുറകുവശത്ത് ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഈ ഇൻറ്റീരിയർ തന്നെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ അട്രാക്ഷന്. പിന്നെ ഇതിൻ്റെ ഈ കുബ്ബ ലോങ്ങെന്ന് കാണുമ്പോൾ ഫ്ലോട്ടിങ് പോലെ തോന്നുന്നു പറയുന്ന കേട്ടിട്ടുണ്ട്. അതിനുശേഷം അഹമ്മദ് മോസ്കും കണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ അൻഡാലയാണ്. ഇവർ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തിൽ തന്നെ വളരെ ചുരുക്കം രാജ്യങ്ങളെ 2 കോണ്ടിനെൻ്റിലായിട്ട് സ്റ്റേ ചെയ്യുന്നുള്ളൂ. ഇത് തന്നെ ഇസ്താംബുളാണ് ഒരേ ഒരു ക്യാപിറ്റൽ സിറ്റി ഇങ്ങനെ 2 കോണ്ടിനെൻ്റിലായിട്ട് സ്റ്റേ ചെയ്യുന്നുള്ളത്. ഞങ്ങളതിന് ശേഷം അൻഡാലയിലേക്കുള്ള ഫ്ലൈറ്റ് കയറി, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്. എനിക്ക് ഈ ജനാലിലൂടെയുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി. വൈക്കിങ്സ് എല്ലാം കണ്ടപ്പോൾ ഇതുപോലെ എന്താ പറയുക, ഒരുപാട് ഷിപ്പുകൾ കടലിൽ കിടക്കുന്ന ഒരു കാഴ്ച കണ്ടത് ഓർമ്മ വന്നു. അങ്ങനെ ഞങ്ങൾ അൻഡാലയിലെത്തി. അൻഡാലയിൽ ഇറങ്ങി ഞങ്ങൾ ഞങ്ങളുടെ റൂമിലോട്ട് പോയി.
ഞങ്ങളുടെ റൂം ആക്ച്വലി ക്യാമറ എന്ന പ്രദേശത്തായിരുന്നു. ഞങ്ങൾ ഈ ക്യാമറ എന്ന പ്രദേശം ബുക്ക് എടുക്കാൻ കാരണം ഇവിടെ ഞങ്ങൾ സ്കൂബ ഡൈവിങ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളുടെ സ്കൂബ ഡൈവിനുള്ള ലൊക്കേഷൻ ലക്ഷ്യമാക്കി നടന്നു. അതിനുശേഷം ഞങ്ങൾ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ കൂടെ ഈ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഉള്ള ബോട്ടിലോട്ട് കയറി ഞങ്ങളെ കൊണ്ട് കുറേ പേപ്പറൊക്കെ സൈൻ ചെയ്യിപ്പിച്ച് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ബോട്ട് കുറച്ച് ഉൾക്കടലിലോട്ട് പോയി. പിന്നീട് ഞങ്ങളെ ഭാഷാ അടിസ്ഥാനത്തിൽ 4 ഗ്രൂപ്പുകളാക്കി. റഷ്യൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ടർക്കിഷ് എന്നിവയായിരുന്നു. നമ്മുടെ ട്രെയിനർ വളരെ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു. അയാളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എല്ലാ ദിവസവും ഇവിടെ സ്കൂബ ഡൈവിങ് ചെയ്യുന്നതാണ്. ചെവിയിൽ നല്ല രീതിയിൽ പ്രഷർ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിലും നിങ്ങൾ മാക്സിമം ആ മൊമെൻ്റ് എൻജോയ് ചെയ്യുക. കാരണം നാളെ നിങ്ങൾക്കൊരു അവസരം കിട്ടില്ല. പുള്ളി നാളെയും ഇതുപോലെ ഇവിടെ ഡൈവ് ചെയ്യുന്നു. വെള്ളം വളരെയധികം ക്ലീനായിട്ട് പച്ച നിറത്തിൽ കാണപ്പെട്ടു. ഭയങ്കര രസമായിരുന്നു വെള്ളം, ആ സറൗണ്ടിങ്ങും അവിടുത്തെ ആ മൗണ്ടൈൻസ് എല്ലാം കാണാൻ. അടുത്തായി ഞങ്ങളെല്ലാവരും ഓരോരുത്തരായി അതിനുള്ള കോസ്റ്റ്യൂംസ് എല്ലാം ധരിച്ച് ഞങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ കൂടെ വെള്ളത്തിലോട്ട് ഓരോരുത്തരായി ഇറങ്ങാൻ തുടങ്ങി. രണ്ട് തവണയായിട്ട് 2 ലൊക്കേഷനിൽ നമ്മൾ ഡൈവ് ചെയ്തു. 15 മീറ്ററും 20 മീറ്ററും അങ്ങനെ ആയിരുന്നു ആഴങ്ങൾ. വളരെ അധികം എൻജോയ് ചെയ്തു. അതിനുശേഷം നല്ല രീതിയിൽ വിശപ്പ് അനുഭവപ്പെട്ടു. അങ്ങനെ തിരിച്ച് വന്നപ്പോൾ അവിടെ നല്ല ഫുഡും കാര്യങ്ങളും ഇവർ ഒരുക്കി വെച്ചിരുന്നു. പിന്നെ ഞങ്ങൾ കെമർ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. സീ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല സീ ഫുഡ് തപ്പി ഇറങ്ങിയതാണ്. വിചാരിച്ച പോലെ തന്നെ നല്ലൊരു സീ ഫുഡും കിട്ടി. ഞങ്ങളത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നൈറ്റ് ലൈഫ് കാണാനും വേണ്ടി പുറത്തിറങ്ങി. കെമർ ശരിക്കും വളരെയധികം അത്ഭുതപ്പെടുത്തി. ഒരു നൈറ്റ് ലൈഫിൽ ട്രാവലേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. വളരെ അധികം മനോഹരമായി തന്നെ നൈറ്റ് ലൈഫിനെ അവരവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്.
ബിൽഡിങ്ങുകളുടെ ഇടയിൽ തന്നെ ഇവിടെ ഓറഞ്ചിൻ്റെയും അതുപോലെ തന്നെ ഈത്തപ്പഴത്തിൻ്റെ എല്ലാം മരങ്ങൾ കാണപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കെമറിനോട് യാത്ര പറഞ്ഞു. അടുത്ത ഡെസ്റ്റിനേഷനായ പമുക്കലയിലേക്കുള്ള ബസ് പിടിച്ചു. ബസ് വളരെയധികം സ്പെസിഫിക്കേഷൻസ് ഉള്ള ബസ്സായിരുന്നു. ഫ്ലൈറ്റിൽ എന്ന പോലെ നല്ലൊരു ടി വിയും അതുപോലെ എയർ ഹോസ്റ്റസ് പോലെ തന്നെ ബസ് ഹോസ്റ്റസും ബസ്സിലുണ്ടായിരുന്നു. ഇത് വളരെയധികം അത്ഭുതപ്പെടുത്തി. പമുക്കല നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ഇടാൻ തന്നെയുള്ള കാരണം തൂജാനന സോങ് കണ്ടവർക്കറിയാം. അജബ് മൂവിയിലെ വളരെ അമേസിങ് ആയിട്ടുള്ളൊരു പ്ലേസാണത്. അതുപോലെ നയൻതാരയുടെ ഒരു മൂവിയിലും ഈ സെയിം ലൊക്കേഷന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ കൗതുകം ഉണ്ടായിരുന്നു അവിടെ പോകാൻ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഹെറോപോളിസ് എന്ന ഈ നഗരം ഒരു യുനെസ്കോ ഹെറിറ്റേജ് വേൾഡ് സൈറ്റാണ്. കാണുമ്പോൾ മഞ്ഞ് പോലെ തോന്നുമെങ്കിലും ഇത് തെർമൽ ഹോട്ട് സ്പ്രിങ്സ് ആണ്. ടെമ്പറേച്ചർ ഏകദേശം 35 ഡിഗ്രി സെൽഷ്യസ് മുതൽ 100 വരെ ഹീറ്റാണ്. അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന ജിയോ തെർമൽ ആക്ടിവിറ്റിയാണ് ഇങ്ങനെ ഇത് രൂപകൽപ്പനപ്പെടാനുള്ള കാരണം. ഈ വെള്ളത്തിൽ ഒരുപാട് മിനറൽസ് ഉണ്ട്. അതുപോലെ ഈ വെള്ളം മുകളിൽ നിന്ന് താഴോട്ടൊലിക്കുമ്പോൾ അതിലുള്ള കാൽഷ്യം കാർബണേറ്റ് മുകളിൽ അടിയുന്നത് കൊണ്ടാണ് ഈ മഞ്ഞ് പോലെയുള്ള വെള്ളം നിറം ലഭിക്കുന്നത്. അതേപോലെ ഇവിടെ ആളുകൾ പാരാഗ്ലൈഡിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ കപ്പഡോക്കയും ഹോട്ട് എയർ ബലൂണും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മറ്റൊരു എയർ അഡ്വഞ്ചർ വേണ്ടെന്ന് വെച്ചു. അതേപോലെ പമുക്കലയിലെ മറ്റൊരു അട്രാക്ഷനാണ് ഈ ആൻസിയൻ തിയേറ്റർ. അങ്ങനെ ഞങ്ങൾ സാവധാനം ഇവിടെ നിന്ന് ഇറങ്ങി ഇതിൻ്റെ താഴെ നേരൊരു ഇന്ത്യൻ ടർക്കിഷ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ കയറിയിട്ട് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഭയങ്കര രസമായി തോന്നി. പിന്നെ ബാൽക്കണിയിൽ പോയി നോക്കിയപ്പോൾ അവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട്. നമ്മുടെ പുറത്ത് മഞ്ഞ് പോലെ കിടക്കുന്ന ഹെറോപോളിസിൻ്റെ അതിമനോഹരമായ ഒരു വ്യൂ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നല്ല കുനാഫ് കഴിച്ച് ഒരു അഫ്ഗാനിസ്ഥാനി വെയിറ്ററുമായിട്ട് പരിചയപ്പെട്ട്. പുള്ളി ഷാറുഖ് ഖാൻ്റെയും അതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെയൊക്കെ വലിയൊരു ആരാധകനാണ്. പിന്നീട് ഞങ്ങൾ അവിടുന്ന് അടുത്ത ലൊക്കേഷനായ കപ്പഡോക്കിയയിലേക്കുള്ള ബസ് പിടിച്ചു. 630 കിലോമീറ്റർ ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ ഉറങ്ങി. 10 മണിക്കൂറോ മറ്റോ യാത്ര ഉണ്ടായിരുന്നു. കപ്പഡോക്കിയ എക്സാക്ട്ലി ഒരു മാജിക്കൽ ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഇതിൻ്റെ ഒന്നാമത്തെ മനോഹരം എന്ന് പറഞ്ഞാൽ ഈ ഇക്കായിട്ടുള്ള റോക്ക് ഫോർമേഷനാണ്. ഞങ്ങൾ അവിടെ നല്ലൊരു കേവ് റിസോർട്ട് ബുക്ക് ചെയ്ത് ആദ്യം അങ്ങോട്ട് പോയി. നല്ല ഭംഗിയായിട്ട് ഇവരിത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വെളിച്ചമെല്ലാം വെച്ച് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ കേവ് റിസോർട്ട്. നല്ലൊരു ബാൽക്കണി, അവിടുന്ന് നമുക്ക് കപ്പഡോക്കിയയുടെ മനോഹരമായ വ്യൂ കാണാൻ പറ്റുന്നു. പിന്നെ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ ആകാശം നിറയെ വിവിധ നിറങ്ങളിലുള്ള ബലൂണുകളുള്ള ഒരു സിറ്റി. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. പണ്ട് നമ്മളൊക്കെ ലക്സിൻ്റെ ഒക്കെ പരസ്യത്തിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സിനിമയിലും നമ്മളത് പാട്ടുകളെല്ലാം കാണുന്നൊരു കാഴ്ച. നമ്മുടെ ഹോട്ട് എയർ ബലൂൺ പറക്കാനുള്ള ഡെസ്റ്റിനേഷനിലോട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത ആളുകൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ നിന്ന് അവരുടെ വക ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ഹോട്ട് എയർ ബലൂണിൽ പറക്കാൻ റെഡി ആയിരുന്നു. ഈ സ്റ്റോൺ ഫോർമേഷന് കാരണം വോൾക്കാനിക് ഇറപ്ഷൻ ആണെന്നാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു തന്നത്. നമുക്ക് പറക്കാനുള്ള ഹീറ്റിംഗ് എയർ നിറക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഹീറ്റിംഗ് എയർ നിറച്ചിട്ട് നമുക്ക് പറക്കാനുള്ള റെഡിയായി. ഇതാ ഓരോ ആളുകളായിട്ട് അതിലോട്ട് കയറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കൂടെ 9 പേരാണുള്ളത്. ഞാനും ഷെബീറും, പിന്നെ മുംബൈയിൽ നിന്നുള്ളൊരു ഫാമിലി, പിന്നെ 3 സ്പെയിനിലെ പെൺകുട്ടികളുണ്ടായിരുന്നു, പിന്നെ കസാക്കിസ്ഥാനോ മറ്റേ ഒരു കസാക്കിസ്ഥാനോ എന്നുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ ട്രെയിനർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പുള്ളി ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഏത് സൈഡിലോട്ടാണോ മൂവ് ആവുന്നത് അങ്ങോട്ടാണ് നമ്മൾ നോക്കേണ്ടത്. കാഴ്ചകൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ആകാശ ദൃശ്യങ്ങളെല്ലാം ഞാൻ അതിൽ ആഡാക്കുന്നുണ്ട്. ഇവിടെ 150 ബലൂണോളം കുറഞ്ഞത് ഉണ്ടാവും എന്നൊക്കെയാണ് പുള്ളി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ 1500 മീറ്ററോളം ഹൈറ്റിൽ നമ്മൾ പോകും. 1.5 മണിക്കൂറോളം നമ്മുടെ ഫ്ലൈയിങ് ടൈം ഉണ്ടാവും എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. വളരെ ചെറിയൊരു ഗ്യാപ്പാണ് എനിക്കും ഷെബീറിനും പാടെ നിൽക്കാൻ കിട്ടിയത്. പക്ഷേ എന്നാലും അതിൽ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു വളരെ. ഈ വ്യൂ എല്ലാം അതുപോലെ ഈ കാറ്റും അതുപോലെ സൺറൈസും എല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ചിരുന്നു. പിന്നീട് ടാസ്ക് അച്ചീവ്മെൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെറിയൊരു ഷാമ്പയിൻ പാർട്ടി ഉണ്ടായിരുന്നു. നമ്മൾ ഓറഞ്ച് ജ്യൂസും കുടിച്ച് അതിൽ ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മുടെ എല്ലാവരും കൂടി ചിയേഴ്സ് ചെയ്ത് നമുക്ക് ടാസ്ക് അച്ചീവ്മെൻറ്റ് ചെയ്തതിന് ഒരു സമ്മാനം എന്ന രീതിയിൽ നല്ലൊരു മെഡലും തന്നു. ഞങ്ങളെ തിരിച്ച് ഞങ്ങളെ ഡെസ്റ്റിനേഷൻ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് തന്നെ അവർ തിരിച്ചാക്കി തന്നു. കപ്പഡോക്കയിലെ ആകാശത്തിൻ്റെ കുറച്ച് നല്ല പിക്ചേഴ്സ് ഞാനതിൽ ആഡാക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ ഗുഡ് ഡേ.